ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീടിനുള്ളിലെ വായു 5 തവണയെങ്കിലും കൂടുതലായി നമ്മുടെ പുറത്തെ വായുവിനേക്കാൾ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് എന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായും വീടിനുള്ളിലെ പൊടി, ഡസ്റ്റ് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് നമുക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളുടെ NHO അങ്ങനെയൊക്കെ പോകുന്ന റോഡുകളിൽ നിന്നും വരുന്ന പൊടിയാണ്. അതും കറുത്ത മണ്ണാണ് ഇപ്പോൾ കൂടുതലായി അടിച്ചു കയറുന്നത്. പൊടിമണ്ണ്, ചുമന്ന മണ്ണുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ കറുത്ത മണ്ണാണ് കയറി വരുന്നത്. ഈ പൊടി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വരികയും പിന്നീട് നമ്മുടെ വീട് 2 തരത്തിലുണ്ട്. ഒരുപാട് തുറന്നിടുന്ന വീടുകളാണെങ്കിൽ പൊടി അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. എപ്പോഴും ക്ലീനിങ് ഏറ്റവും വലിയ ഭാഗമായിട്ട് തന്നെ കരുതണം. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ശ്വാസം മുട്ടല്, തുമ്മല്, ജലദോഷം ഇങ്ങനെ ഒത്തിരി കേസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസുകളെല്ലാം വരുന്നതിന്റെ പ്രധാന ഭാഗം പുറത്തു പോയത് കൊണ്ടാണ്, അല്ലെ വെയിൽ കൊണ്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിലിരിക്കുന്ന കുട്ടികളിലും മുതിർന്നവരിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് അകത്തെ ഈ എന്താ പറയുക, കർട്ടൻസെന്നോ അല്ലെങ്കിൽ മാട്രസ് ഒക്കെ ആണെങ്കിലും അതിനൊരു കാലപരിധി ഉണ്ട്, ഒരു 10 വർഷം. അത് കഴിഞ്ഞാൽ നമ്മൾ മാട്രസുകൾ മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി വരാം. അല്ലെങ്കിൽ കേർട്ടൻസ് കറക്റ്റായിട്ട് കഴുകുക. പിന്നെ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ AC സർവീസ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമ്മറിൽ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സർവീസ് ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള പൊടികളാണ് അത്. സോഫ, ഇങ്ങനത്തെ സോഫയിൽ നിന്നൊക്കെ നമുക്ക് പൊടി ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അകത്തെ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക പ്രധാനമായിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുക ശരിയാകുന്നതിനേക്കാളും പ്രധാനമാണ് നമ്മുടെ വീട്ടിൽ എവിടെയാണോ പൊടി ഒളിഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും അധികം എയർ പൊല്യൂട്ടഡ് ആവുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. അതും നമുക്ക് പലതരത്തിലുള്ള യൂസേജുകൾ വരുന്നുണ്ട്. പ്രധാനമായും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതൊന്നും ടോക്സിൻസ് തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ അത് മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ തുണിസഞ്ചിയാക്കാൻ ശ്രമിക്കാം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ സ്റ്റീൽ ആക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് BPA എന്ന് പറയുന്ന, അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ടോക്സിൻസ് തന്നെയാണ് ഇതും. നമ്മൾ ഉപയോഗിക്കുന്ന ചൂടുള്ള സാധനങ്ങൾ ഇടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അതൊന്നും ടോക്സിൻസ് തന്നെയാണ് വരുന്നത്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് വരുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഷൻ, ക്രീം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ, അതായത് ഓർഗാനിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്കിന്നിന്റെ പോസ് അടക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഉണ്ട്. നമ്മുടെ കോശങ്ങളിലോട്ട് നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഫ്ലോ നടക്കുന്നുണ്ട്. ഫ്ലോ നടക്കുന്നത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ അതിനൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ശരീരം. പക്ഷെ ഈ നമ്മുടെ മെയിൻ ഓർഗൻസ് നിന്നൊക്കെയുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൂടുതൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് വേണ്ടത്. സ്കിന്നൊക്കെ പുറത്താണ്. അപ്പൊ അതിന് അത്ര തന്നെ പൊട്ടൻഷ്യൽ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കുള്ള ആ പാസീവായിട്ടുള്ള ഫ്ലോ നടക്കുന്നത്. പാസീവായിട്ടുള്ള ഫ്ലോ നടക്കുന്നത് കൊണ്ടാണ് വേർപ്പിലൂടെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ക്രീമും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കഴുകാതെ കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ പോഴ്സ് അടച്ചു കളയുന്നു. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉള്ളിലുള്ള അഴുക്കൊന്നും പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ വരുന്നു. പിന്നീട് നമുക്ക് അസുഖങ്ങളായി മാറുന്നു. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. സ്കിന്നിലെ കംപ്ലൈൻസ്, പ്രത്യേകിച്ച് പെക്സീമ അങ്ങനത്തെ കേസസ് ഒക്കെ ആവുമ്പോൾ സ്കിൻ കംപ്ലൈൻസ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് റെസ്പിറേറ്ററി കംപ്ലൈൻസ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. അതായത് സ്കിന്ന് കറക്റ്റ് ആവുമ്പോൾ, സ്കിന്ന് കറക്റ്റ് ആക്കി നമ്മൾ ഓയിൻമെന്റ് ഒക്കെ ഇട്ടാണ് കറക്റ്റ് ആക്കുന്നതെങ്കിൽ പിന്നീട് അത് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, കഫക്കെട്ട്, ചുമ, ശ്വാസം മുട്ട് ആ രീതിയിലാവുന്നു. എന്നാൽ അത് വളരെ മോശമാണ്. കാരണം സ്കിന്നാണ് ഏറ്റവും നമുക്ക് പ്രശ്നമില്ലാത്തത്. സ്കിൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഫക്കെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ അതേസമയം റെസ്പിറേറ്ററി കംപ്ലൈൻസ് കഴിഞ്ഞിട്ടാണ് സ്കിൻ കംപ്ലൈൻസ്, അതായത് റെസ്പിറേറ്ററി കംപ്ലൈൻസിന് വേണ്ടി കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ കംപ്ലൈൻസ് വന്നാലും കുഴപ്പമില്ല. മിക്കവാറും അത് ടോക്സിൻസ് ഒക്കെ വന്ന്
കഫായിട്ടും പല രീതിയിലും ടോക്സിൻസ് പുറന്തള്ളാനാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നും കൂടി ക്ലിയർ ആവുന്നത് കാണാം. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോഴ്സ് അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള കെമിക്കൽസ്, അത് പാരബൻ, പിന്നെ ഫോർമാൽഡിഹൈഡ്, അങ്ങനെ പല സാധനങ്ങൾ, നെയിൽ പോളിഷിലൊക്കെ ഉണ്ടാവുന്നത്, പിന്നെ മെറ്റൽസ് ലിപ്സ്റ്റിക്കിലുള്ളത്, ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല രീതിയിൽ കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പൊ അത് തൊട്ടിട്ട് കയ്യിൽ അലർജി അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ജനറലി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ബേക്കിംഗ് സോഡ, വിനീഗർ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ടോക്സിൻസ് നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റി നിർത്താനാകും. ഇനിയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പൊടിയുടെ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മാട്രസ്, സോഫ, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അതിനൊരു ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. ഒരു 10 years ഒക്കെ കഴിയുമ്പം അത് ഒന്നില്ലെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നും അമിതമായ പൊടിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു പൊടിയും നമ്മുടെ ഈ എയറിന്റെ ഉള്ളിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. പിന്നെ പുറത്ത് ജനലുകൾ തുറന്നിടുകയാണ് ഏറ്റവും നല്ലത്. ജനലുകൾ തുറന്നിട്ടിട്ട് കുറച്ചും കൂടി ഒരു എയർ സർക്കുലേഷൻ കൊണ്ടുവരികയാണ് വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ കൊതുക് അല്ലെങ്കിൽ നമ്മൾ AC ഇടുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ കൂടുതലും അടച്ചിട്ട നിലയിൽ, പിന്നെ നമ്മൾ പൊടിയും കൂടി തൂക്കാതിരുന്നുണ്ടെങ്കിൽ, അതായത് നിറച്ച് കേർട്ടൻസിലും ഒക്കെ പൊടി ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ, അങ്ങനെ റെസ്പിറേറ്ററി കംപ്ലയിൻസും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനിയുള്ളത്, നമുക്ക് അകത്ത് എയർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇൻഡോർ പ്ലാന്റ്സ്, കുറച്ച് വെള്ളത്തിൽ നിൽക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിൽ എയർ പ്യൂരിഫയർ വെച്ചിട്ട് നമുക്ക് എയർ കുറച്ചും കൂടി ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ എല്ലാ തരത്തിലും ഇനിയിപ്പോൾ GIT നോക്കുകയാണെങ്കിൽ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം തന്നെ സ്കിന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പിറേറ്ററി കംപ്ലയിൻസും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വരുമ്പം നമ്മൾ സ്കിന്ന് ശരിയായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത പ്രശ്നം, പോഴ്സ് ഒന്നും അടച്ച് നമ്മൾ ഇതെല്ലാം ഭംഗിയാക്കാൻ ശ്രമിക്കുകയാണ്, നമ്മൾ പല ലോഷനും ക്രീമും ഒക്കെ ഇട്ട് ശ്രമിച്ചാൽ അടുത്ത പടി റെസ്പിറേറ്ററി സിസ്റ്റമാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമ്മൾ കൂടിയ മരുന്നുകൾ കഴിച്ച്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നമ്മൾ ഇവിടെ ക്ലെൻസ് ചെയ്യുന്നില്ല, പൊടി മാറ്റുന്നില്ല, നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങളൊന്നും മാറ്റുന്നില്ല, പൊടി അതുപോലെ തന്നെ നിന്നിട്ട് മരുന്ന് മാത്രം കഴിക്കാൻ ശ്രമിച്ചാൽ അടുത്ത പടി എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് സപ്രസ് ചെയ്യും. ഇത്രയും തന്നെ കഫക്കെട്ടും എല്ലാം സപ്രസ് ചെയ്തിട്ട് അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറിനെയാണ് പിന്നീട് എഫക്ട് ചെയ്യുന്നത്. അടുത്ത ഒരു സിസ്റ്റത്തിലേക്ക് അത് കയറി പിടിക്കും. പിന്നെ GITയിൽ ജനറലി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമോണിയ ഇട്ട മീനുകൾ എന്ന് വെച്ചാൽ മീന് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് എന്താണെന്ന് അറിയില്ല, പല സാധനങ്ങളും അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ടോക്സിൻസ് ഞാൻ പല കേസസും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കിൻ ഇറിറ്റേഷൻ, വയറിലെ പ്രശ്നങ്ങളൊക്കെയുള്ള കുട്ടികൾ ഈ ടൈപ്പ് ഓഫ് മീനുകൾ, നമ്മൾ ഐസിട്ട മീനുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നതും വയറിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത് നല്ല രീതിയിൽ കഴുകുക. വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല രീതിയിൽ കഴുകി മാത്രം ഉപയോഗിക്കുക. അതിൽ നിന്നും ഒരുപാട് ടോക്സിൻസ് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. വീട്ടിലെ വേസ്റ്റ് ഒക്കെ ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും, വേസ്റ്റ് വരുന്ന സാധനങ്ങൾ ശരിയായിട്ട്, നമ്മുടെ എന്ത് ഗാർബേജ് ആണെങ്കിലും അത്, പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആണെങ്കിലും, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും എങ്ങനെയാണോ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനും ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ വീട്ടിലെ എയർ ഒരുവിധം ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക ക്ലിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാൻ കഴിയുക. കാരണം പല രീതിയിലാണ് അലർജി എന്ന് പറയുന്നത്, തുമ്മലോ ജലദോഷമോ മാത്രമല്ല, എല്ലാ രീതിയിലും സ്കിൻ അലർജീസ് ആയിരിക്കാം, റെസ്പിറേറ്ററി അലർജീസ് ആയിരിക്കാം, വയറ് പോലും സെൻസിറ്റീവ് ആവുന്നു പല സാധനങ്ങൾക്കും. അപ്പം അതും ഒരു തരത്തിൽ മിക്കവാറും ശ്രദ്ധിച്ചാൽ മതി, അതിൽ എന്തെങ്കിലും ഒരു ടോക്സിൻസ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ആ സമയത്ത് കയറുന്നുണ്ട് എന്ന് വെച്ചാൽ കഴിക്കുന്നതിൽ എന്തോ തെറ്റ് പറ്റുന്നുണ്ട്, അപ്പോഴാണ് നമുക്ക് അത് സെൻസിറ്റീവ് ആവുന്നത്. അപ്പോൾ എല്ലാ ശരീരഭാഗങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ. പിന്നെ അടുത്തൊരു ലെയർ
പേരാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് വരെ എഫക്റ്റ് ചെയ്യുന്നു ഈ ടോക്സിൻസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റം തന്നെ തകരാറിലാകുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ? പലരും പല കാര്യങ്ങളും അതിനുവേണ്ടി വീടിന്റെ ആവശ്യത്തിന്, അതായത് നമ്മുടെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കാൻ, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കമന്റ് ചെയ്യുക. അതിന് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നൊരു ദിവസം. താങ്ക് യു.